ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം ഇന്ന് പറയാൻ പോകുന്ന വേറൊന്നുമല്ല, ലോകത്തിൽ അനവധി ആൾക്കാരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ലേ? അനേകം ആൾക്കാർ കോടിക്കണക്കിന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പലരും വിശ്വസിക്കുന്നത് പല പല രീതിയിലാണ്. പലരും വിശ്വസിക്കുന്നു അവൻ വെറും ഒരു പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്. പിന്നെ പലരും പറയുന്നുണ്ട് അവൻ മനുഷ്യനായിട്ട് 100% വന്നിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. എങ്ങോട്ട് മാത്രം പോയാൽ മതി? ബൈബിളിൽ മാത്രമാണ് യേശുക്രിസ്തുവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു എങ്ങനെ ജീവിച്ച് എല്ലാ കാര്യങ്ങളും ഉള്ളത്. പിന്നെ ചരിത്ര രേഖകളിലും യേശുക്രിസ്തുവിനെ പറ്റി പറയാം. ബൈബിളിന് പുറത്തുള്ള ആളുകൾ പോലും യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് യോസീഫസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ, പിന്നെ പല ചരിത്രകാരന്മാരും, നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം. പക്ഷെ അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മളിത് സംസാരിക്കുന്നത്. എന്താണ് ബൈബിളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വാക്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. ആകെ കുറച്ച് വാക്യങ്ങൾ. ശരിക്കും ആരാണ് യേശുക്രിസ്തു? ഓക്കെ, ഇന്നിപ്പോ പ്രത്യേകിച്ച് ഓശാന, ഈസ്റ്റർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. എല്ലാവരും യേശുക്രിസ്തുവിനെ ഓർക്കുന്നു എന്ന് പറഞ്ഞ് മറ്റേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതിലൊക്കെ എന്താണ് കാര്യം? ശരിക്കും ആരാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് അവന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ആരാണ് ശരിക്കും യേശുക്രിസ്തു എന്ന് ചിന്തിക്കാം. ഇതൊരു ക്ലാസ് പോലെ എടുക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ബൈബിളിലുള്ള കുറച്ച് വാക്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ അത് പരിശോധിക്കുക. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും, വ്യക്തമാണ് ആരാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യെശയ്യാവ് 9:6 വാക്യത്തിൽ തന്നെ യേശുക്രിസ്തു എന്ന് വെച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചു. അതെ, അത് യേശുക്രിസ്തുവിനേക്കാളും 700 വർഷം, യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 700 വർഷം മുൻപ് യെശയ്യാ പ്രവാചകൻ എഴുതിയിട്ടുള്ള ആ ഒരു പ്രവചനമാണ് അവനെ കുറിച്ച്. ഇസ്രായേൽ ജനത്തിനും ഇപ്പൊ നമുക്ക് പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു സാധാരണ ഒരു വ്യക്തിയല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു ദൂതനോ അല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. കണ്ട, അവിടെ പറയുന്നുണ്ടാ, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. വളരെ വ്യക്തമായിട്ടാണ് ആരാണ് ഇവിടെ എന്ന് പറയുന്നത്. അവൻ തന്നെയാണ് അത്ഭുത മന്ത്രി, അതായത് പ്രിൻസ് ഓഫ് പീസ്, അതായത് ഇറ്റേണൽ ഫാദർ. പലരും പറയും യേശുക്രിസ്തുവും പിതാവും വേറെ വേറെയാണ്. അല്ല, പിതാവ് തന്നെയാണ് മനുഷ്യനായി പുത്രനായിട്ട് വന്നത്, അല്ലെ? അത് നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ തന്നെ വ്യക്തമാണ് ആരാണ് യേശുക്രിസ്തു. യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഫിലിപ്പിയ ലേഖനത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ കാണാം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. പിന്നെ പലരും ഫിലിപ്പിയ ലേഖനമൊന്നും സ്വീകരിക്കാറില്ല, പൗലോസ് എഴുതിയതാന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ല. ബൈബിൾ എഴുതിയിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സ്വീകരിച്ചാൽ മതി എന്നുള്ളതല്ല, എല്ലാം സ്വീകരിക്കാം. കാരണം എല്ലാം ചേർന്ന് പോകുന്നതാണ്. പഴയ നിയമത്തിൽ അവനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നവരും പുതിയ നിയമത്തിൽ അവന്റെ ജീവിതവും വെച്ച് നോക്കിയാൽ മതി, വളരെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, എന്തുകൊണ്ട് പിന്നെ യഹൂദന്മാർ യേശുവിനെ വിശ്വസിക്കുന്നില്ല, അല്ലെ? പക്ഷെ യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചിട്ടില്ലേ? അവർ വിശ്വസിച്ചിനി. പക്ഷേ ആദ്യം മുതൽ തന്നെ നോക്കണം, പലരും അവനോട് ചേർന്നു. യഹൂദന്മാര്, നിക്കോദീമോസ് അവനെ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 3-ാം അധ്യായം. പെന്തക്കോസ്ത് നാളിൽ 3000 പേര് സ്നാനമേറ്റത് ആദ്യം യഹൂദന്മാരാണ്. പൗലോസ് യഹൂദനായിരുന്നു. ശരിയാണ്. പക്ഷേ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് നമുക്ക് തന്നെ അറിയാം ഉത്തരം. കാരണം ഈ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. പക്ഷേ എല്ലാവരും ഇതനുസരിച്ചു. ഇത് ഓരോ വ്യക്തികളുടെ അവരുടെ തീരുമാനമാണ്. കാരണം ദൈവത്തിന്റെ വഴിയും അവരുടെ ആഗ്രഹവും തമ്മിൽ അവർക്ക് ദൈവത്തിന്റെ വഴിക്ക് അനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് ഇത് ശരിയാവില്ല. പിന്നെ അതുമാത്രമല്ല, യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത് അവരെ റോമാക്കാരിൽ നിന്ന് രക്ഷിക്കാനായിട്ടൊരു മശിഹ വരും, അങ്ങനെ ഒരു രാജാവിനെ പോലെ ഭൗതികമായി കുതിരകളും പടയാളികളൊക്കെ ആയിട്ട് വരുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നതാരാണ്? ഒരു മരപ്പണിക്കാരനായെന്ന് പറയുന്ന യേശുക്രിസ്തു. പക്ഷെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവനെപ്പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അന്ന് വരെ ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. യഹൂദന്മാർ പോലും കണ്ട് അതിശയിച്ചു. പക്ഷെ അവർ വിശ്വസിച്ചില്ല, അവങ്കിലേക്ക് തിരിഞ്ഞില്ല. പിന്നെ യഹൂദന്മാർക്ക് പോലും അറിയായിരുന്നു, എന്താ പറയാ, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ. അതെ, ശരിക്കും ആ ഒരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് 2:10 വാക്യത്തില് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
നിങ്ങളിത് കണ്ടില്ലെന്ന് പറയുന്നത് കാരണം യേശുക്രിസ്തുവിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ അവരുടെ സുഹൃത്തിനെ, അതായത് പക്ഷവാതം, അതായത് നടക്കാൻ പറ്റാത്ത ഒരു മുടന്തനായ ഒരു വ്യക്തിനെ കൊണ്ടുവന്നപ്പോൾ യേശുക്രിസ്തു അവരുടെ ആ ഒരു വിശ്വാസം കണ്ടിട്ട് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുണ്ട മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ചില ശാസ്ത്രിമാർ എന്ന് പറയുമ്പോൾ വളരെ ടോപ്പായിട്ടുള്ള യഹൂദന്മാരാണ്. അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് പോലും മനസ്സിലായി ദൈവത്തിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആരാണ് യേശുക്രിസ്തു എന്ന് അവർക്ക് അപ്പം തന്നെ ചിന്തിക്കാം. പിന്നെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളൊക്കെ യഹൂദന്മാരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അവരുടെ ഹൃദയത്തില് അവരത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയാണ് നമ്മളുടെ രക്ഷകൻ വരാം. കാരണം യേശു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും യേശുവിന്റെ ശിഷ്യന്മാര് നീ എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കുന്നത് ഈ ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ പരിശുദ്ധാത്മ വന്ന നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പിന്നെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും, ചരിത്രത്തിൽ തന്നെ ഈ ഒരു യേശുക്രിസ്തു 30-ാം വയസ്സിലാണ് ഒരു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. അതായത് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റിട്ട് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30-ാം വയസ്സിൽ. 33.5 വയസ്സായപ്പോഴേക്കും അവനെ ക്രൂശിച്ചു. ആ 3.5 വർഷം കൊണ്ട് യേശുക്രിസ്തു ഉണ്ടാക്കിയ ഇമ്പാക്റ്റിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, യേശുക്രിസ്തു എന്നുള്ള ആ ഒരു വ്യക്തി 3.5 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അവന്റെ ജീവിതം എന്തായിരിക്കും? ഒരു അസാധാരണ ജീവിതമാണ് യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തുവിനെ കാരണം അവനറിയാം, അവൻ ഓരോ ചൂട് വെക്കുമ്പോഴും അവനറിയാമായിരുന്നു അവൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അവനെക്കുറിച്ച് പ്രവചനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ ബെത്ലഹേമിൽ ജനിക്കും, കന്യകയിൽ നിന്ന് ജനിക്കും, അല്ലെ? ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും പഴയ നിയമത്തിൽ ആയിരക്കണക്കിന് വർഷം മുൻപും 100 വർഷം മുമ്പ് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം അവനെ കുറിച്ച് എഴുതിയത്. വേറെ ആരെങ്കിലും കുറിച്ച് ഇത്രയും പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം തൊട്ട് യേശുക്രിസ്തു വരുന്നത് വരെ എത്ര അധികം ഒറ്റ വായനത്തിന് നമുക്കൊരു 300-ലധികം പ്രവചനങ്ങൾ മനസ്സിലാവും. ശരിയാണല്ലേ? ഇതെല്ലാം നമ്മൾ സുവിശേഷ പുസ്തകങ്ങൾ വായിച്ചത് കറക്റ്റാണ്. അതുപോലെ തന്നെ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് യേശുക്രിസ്തു ഒരു വലിയ പ്രവാചകനാണ്. പ്രവാചകനേക്കാളും യേശുക്രിസ്തു യോഹന്നാനെ പറ്റി എന്താണ് പറയണത്? ഇതാ പ്രവാചകനിലും വലിയവൻ. പക്ഷേ യോഹന്നാനെ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്? യെശയ്യാവ് 40:3 പറയുന്നുണ്ട് കർത്താവിന് വഴിയൊരുക്കാനായിട്ട്. അത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. യെശയ്യാവ് 40:3 കർത്താവിന് വഴിയൊരുക്കാൻ വന്നു. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം യേശുക്രിസ്തുവിനാണ് അവർ വഴിയൊരുക്കാൻ വന്നത്. അവൻ മത്തായിൽ കാണാം, മർക്കോസിൽ, ലൂക്കോസ്, യോഹന്നാനിൽ വായിക്കുമ്പോൾ യോഹന്നാൻ എന്തിനു വന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കർത്താവിന് വഴിയൊരുക്കാൻ. ആരാണ് ഈ കർത്താവ്? യേശുക്രിസ്തുവാണ്. നമുക്ക് 1 യോഹന്നാൻ 5:20 വായിക്കാം. അധികം ഒന്നും വേണ്ട. യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതുന്നത്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ യോഹന്നാനാണ് ഇത് എഴുതുന്നത്. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കേ, ഇത് തന്നെ എത്ര വ്യക്തമായിട്ടാണ് അവർ കണ്ട കാര്യമാണിത്. അവർ കണ്ടു, കേട്ടു, തൊട്ടറിഞ്ഞ കാര്യമാണ്. 1 യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ നമുക്ക് കാണാം, ആദ്യം മുതൽ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. യോഹന്നാൻ 1-ലല്ലേ പറയുന്നത് വചനം ദൈവമായിരുന്നു, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക, വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ എല്ലാം പറയുന്നത്. പിന്നെ ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ ഒരു സാധാരണ വ്യക്തിയെ ഒരിക്കലും അവൻ ദൈവം എന്ന് പറയില്ല. ഒരിക്കലും. കാരണം യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിക്കാൻ പോലും ഏൽപ്പിച്ച് തന്നെ അവരെന്താണ്, യേശു ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ അവൻ ദൈവത്തോട് അവനെ തന്നെ സമനാക്കുന്നത് കൊണ്ടാണ് അവരെപ്പോഴും അവനോട് ദേഷ്യപ്പെട്ടിരുന്നു. അസൂയ പലപ്പോഴും കല്ലെറിയാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അറിയാം, തോമസ് യേശുവിനെ പറ്റി എന്താണ് പറയുന്നത് ശേഷം യോഹന്നാൻ 20:28 വാക്യം, തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു യഹൂദൻ അങ്ങനെ പറയണമെങ്കിൽ അത് എത്ര മനസ്സിലാക്കിയിട്ടാന്നുള്ള കാര്യം. കാരണം പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ അവനറിയാം, പക്ഷേ
ആവശ്യം ഉണ്ടായിപ്പോയി ആ ഒരു കാര്യം അവനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. പല ആൾക്കാർക്കും പിന്നെ ചോദ്യം ഉണ്ടാവും, പിന്നെ ദൈവമാണെങ്കിൽ അവൻ പിന്നെ എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ ലോകത്തിൽ ഇത്രയും പാപത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റി അല്ലെ? പക്ഷെ നമുക്ക് കാണാം ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് യേശുക്രിസ്തു ചെയ്തത്. ദൈവം ആദ്യം മുതലേ ചെയ്ത പ്ലാൻ അനുസരിച്ചിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. യേശുക്രിസ്തു മരിച്ചില്ലെങ്കിൽ നമുക്ക് പാപമോചനമില്ല, നമ്മളെല്ലാവരും നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് പോകും. അതുകൊണ്ടാണ് 1 പത്രോസ് 2:21 കാണാം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മളെ കാണിച്ചു തന്നെയായിരുന്നു എങ്ങനെ ജീവിക്കണം, പിതാവിന് അതായത് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമെന്ന് ആര് കാണിച്ചു തന്നു? 100% മനുഷ്യനായിട്ട് വന്ന് യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തന്നു. നമ്മളൊന്ന് കാര്യം ചിന്തിച്ചു നോക്കിയേ, ദൈവം തന്നെ ഭൂമിയിൽ വരാണെന്നത് മനുഷ്യനായിട്ട് 100%. കാരണം നമ്മളൊരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് അങ്ങനെ ഈ തിന്മ തരാൻ. ദൈവം നമ്മളെ ഓരോ വ്യക്തികളെയും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ദൈവത്തിന് അത് സാധ്യമാണ്. കാരണം ദൈവം മുന്നേ പറയാനുണ്ട്, ഞാൻ വരുന്നുണ്ട്, പക്ഷേ അവരത് വിശ്വസിച്ചില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, നമുക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തത്? അതെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം തെളിവുകളുള്ള ഒരു കാര്യം ലോകത്തിൽ തന്നെ. അതായത് പുരാതനമായ തെളിവുകളിൽ വെച്ച് ഏറ്റവും തെളിവുകളുള്ള ഒരു കാര്യമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. നിങ്ങൾക്കത് പോയി പരിശോധിച്ചു നോക്കി, അങ്ങനെ പരിശോധിച്ചവർ അത് വിശ്വസിച്ചിട്ടുണ്ട്. അത് ഇല്ലാന്ന് തെളിയിക്കാൻ പോയവർ നിങ്ങൾക്കത് പോയി പരിശോധിക്കാം. സ്വന്തമായിട്ട് ആരുടെയും വിശ്വാസം നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സ്വന്തം വിശ്വാസം ഇരിക്കണം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പല പല വീഡിയോസ് ഒന്നും കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അല്ലെ, ലോകത്തിൽ തന്നെ ഏതെങ്കിലും വലിയ പാസ്റ്റർ, പേരുകേട്ട പള്ളിയിലെ അച്ഛൻ, അവരുടെ അടുത്തൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. അറിയാനായിട്ട് നിങ്ങൾക്ക് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കാം. പുതിയ നിയമം ഉടനീളം വായിക്കാം, പഴയ നിയമം വായിക്കാം. എല്ലായിടത്തും സെൻട്രൽ പീസായിട്ട് ആരാണുള്ളത്? യേശുക്രിസ്തു ആണുള്ളത്. കാരണം അത് ഇപ്പൊ പലരും വലിയ പൈസ എല്ലാം ചെലവാക്കിയിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് സന്ദേശങ്ങളെല്ലാം ഒരു ആശ്വാസം ലഭിക്കാനെല്ലാം വേണ്ടി ചെയ്യുന്നത്. ഒരു 500 റുപ്യോ അല്ലെങ്കിൽ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നമുക്ക് സുവിശേഷ പുസ്തകം മൊത്തം വായിക്കാൻ പറ്റും. അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ എളുപ്പമായി ഇത് കുറച്ചും കൂടിയും ഇതാണ്. നമ്മളെ ജീവിതം മാറ്റണ്ടല്ലോ, കംഫർട്ടല്ലേ. പക്ഷേ അങ്ങനെ ഒരിക്കലും ആവരുത്. കാരണം യേശുക്രിസ്തു നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു പ്രവാചകൻ മാത്രമല്ല, ദൈവം കൂടെയാണ്. നിങ്ങൾക്കൊരു കാര്യം അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഫിലിപ്പിയർ 2:10 വാക്യവും 11 വാക്യവും വായിക്കാം. ഇന്ന് വേണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി, അവൻ ദൈവമെന്ന് മനസ്സിലാക്കി അവൻ്റെ മുമ്പിൽ കീഴടങ്ങാം. പക്ഷേ നിങ്ങൾ ഇന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും കീഴടങ്ങേണ്ടി വരും. കാരണം ദൈവം അത്രയും പവർഫുൾ ആണ്. അവൻ സൃഷ്ടിച്ച ആ ഒരു കാര്യങ്ങളുടെ മുമ്പിൽ പോലും നമുക്ക് നിൽക്കാൻ പലപ്പോഴും പേടിയാണ്. ആ ഇടിവെട്ടും അല്ലെ, കടലും ഇതിന്റെ എല്ലാം മുൻപിൽ നിൽക്കാൻ പോലും ഭയക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തു നമ്മളുടെ ദൈവമാണെന്ന് വിശ്വസിച്ച് അവനനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. 1 യോഹന്നാൻ 2:28 പറയുന്നത് പോലെ. ഇല്ലാന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ദിവസം, എന്തായാലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും മിഥുനാണെങ്കിലും എല്ലാവരും യേശുക്രിസ്തുവിനെ ഏറ്റുപറയേണ്ട ഒരു അവസരമുണ്ട്. ഫിലിപ്പിയർ 2:10-11. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്തായാലും ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവനെ വിശ്വസിച്ചനുസരിച്ചവർക്ക് അത് സന്തോഷത്തിന്റെ സമയമായിരിക്കും. അവനെ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രകാരവും സ്വന്തം ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും പ്രകാരം ജീവിക്കുന്നവർക്ക് അതന്ന് ഏറ്റവും സങ്കടകരവും ഏറ്റവും വേദനാകരവുമായ ഒരു ദിവസമായിരിക്കും. അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവനെക്കുറിച്ച് അന്വേഷിക്കുക. കാരണം ദൈവം ഇതെല്ലാം വെളിവാക്കി വെച്ചിട്ടുണ്ട്. ശരിയാണ്, വളരെ വ്യക്തമായിട്ട് നമ്മളൊരു ടൈം ഒരു എഫേർട്ട് ഇടാം. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മളെ സമയം ചെലവഴിക്കുന്നത്. യേശുക്രിസ്തു ഒരു പ്രവാചകനാന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് അതിനുള്ള ഉത്തരം എല്ലാവർക്കും നിത്യതയിൽ ദൈവത്തിനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അവനോടുകൂടെ എങ്ങനെ നിത്യതയിൽ ചെലവഴിക്കാൻ സാധിക്കും? ഒരിക്കലും പറ്റില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈവൻ ഒരു വ്യക്തി വെച്ച് നമ്മളോട് ഇങ്ങനെ ഒരു ഡൗട്ടായുള്ള ഒരു കാര്യം പറയുന്നു, ഇങ്ങനെയാണ് യേശുക്രിസ്തുവിനെ പറ്റി പറയണത് ദൈവം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എൻ്റെ മൈൻഡിൽ,
അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താതെ നമ്മൾ പ്രവാചകനാണ് ആരെ പോയിക്കൊണ്ട് എന്താണ് കാര്യം? അതെ, മനുഷ്യരിലല്ല നമ്മൾ, അവരും മരിക്കുന്ന ആളാ. അവരിലല്ല നമ്മൾ ഒരിക്കലും പ്രത്യാശയും ഹോപ്പും വെക്കേണ്ടത്. ഈ ലോകത്തിലെ ഏറ്റവും പുണ്യാളന്മാരാണെന്ന് പറഞ്ഞവരും ഏറ്റവും സന്യാസികളാണെന്ന് പറഞ്ഞവരും പിന്നെ ഏത് സ്കോളർമാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും മരിച്ചുപോയി. യേശുക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചു നോക്കാം. ഇതൊന്നും വെറും കള്ളക്കഥകളല്ല. ലോകം തന്നെ നോക്കുക, യൂണിവേഴ്സിലേക്ക് നോക്കുക, ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളിലേക്ക് നോക്കുക. അവനുണ്ട്. അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരിക്കലും മറവായിരിക്കുന്നില്ല. പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവനെ കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് അവനെ കണ്ടെത്തും. പക്ഷെ കാരണം ഒരു സമയം വരും നിങ്ങൾക്ക് അന്വേഷിക്കാനായിട്ട് പിന്നെ സമയം ഉണ്ടാകാത്തൊരു കാലം. അങ്ങനെ വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അപ്പൊ അങ്ങനെ നിർത്താല്ലേ? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും യേശുക്രിസ്തുവിനെ ആരാണെന്ന് മനസ്സിലാക്കുവാനായി നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അന്വേഷിച്ചാൽ കണ്ടെത്തും. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്നെ അന്വേഷിക്കുക. എന്നാലേ നമുക്ക് കൂടുതലും മറ്റുള്ളൊരു വ്യക്തിയോട് പോലും പറയാൻ പറ്റുള്ളൂ. വേറെ ആരെയും നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. ഇല്ല, ഉറപ്പാണ്. വേറെ ഒരു മനുഷ്യൻ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും ഗ്രേറ്റസ്റ്റ് ആൾക്കാരെയൊക്കെ നോക്കിക്കോ, അവരുടെ ജീവിതത്തിലെല്ലാം അവർ പാപം ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു മാത്രമാണ് ഒരു പാപം ചെയ്യാതെ, ഒരു വഞ്ചന പോലും അവന്റെ വായിലുണ്ടായിരുന്നില്ല. അവനിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജീവിതവും പെർഫെക്റ്റ് ആക്കുവാൻ അവനെ ഫോളോ ചെയ്താൽ സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ഒരു വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നു. താങ്ക് യു.